മണിപ്പൂർ കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയായ കുക്കി വിഭാഗത്തിൽപ്പെട്ട 20കാരി മരിച്ചു. 3 വർഷത്തെ ചികിത്സയ്ക്കു ശേഷമാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. 2023 മെയ്യിലാണ് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായത്. ഇംഫാലിൽ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട 4-അംഗ സംഘം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. ബലാത്സംഗം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പ്രതികളായവരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടുമില്ല. പീഡനത്തെ തുടർന്നുണ്ടായ പരിക്കുകളും മാനസികവും ശാരീരികവുമായ ആഘാതവും മൂലം പെൺകുട്ടി ദീർഘകാലം ചികിത്സയിലായിരുന്നു. ആരോഗ്യം വഷളായതിനെ തുടർന്ന് ജനുവരി 10-നാണ് പെൺകുട്ടി മരിച്ചത്. സംഭവത്തിൽ കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മറ്റ് മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധമുയർത്തി. ബലാത്സംഗം നടന്ന് 3 വർഷമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മണിപ്പൂരിൽ പ്രകടനങ്ങളും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. മണിപ്പൂർ കലാപത്തിനിടെ കൂട്ടബലാത്സംഗത്തിനിരയായ കുക്കി വിഭാഗത്തിൽപ്പെട്ട 20കാരി മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. 3 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് പെൺകുട്ടി ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. 2023 മെയ്യിലാണ് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായത്. ഇംഫാലിൽ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട 4-അംഗ സംഘം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. ബലാത്സംഗം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ് കേസിൽ FIR പോലും രജിസ്റ്റർ ചെയ്തത്. പ്രതികളായവരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടില്ല. പീഡനത്തെ തുടർന്നുണ്ടായ പരിക്കുകളും മാനസികവും ശാരീരികവുമായ ആഘാതവും മൂലം പെൺകുട്ടി ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ആരോഗ്യം വഷളായതിനെ തുടർന്ന് ജനുവരി 10-നാണ് ഇപ്പോൾ പെൺകുട്ടി മരിച്ചത്. സംഭവത്തിൽ കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷനും മറ്റ് മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ബലാത്സംഗം നടന്ന് 3 വർഷമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ മണിപ്പൂരിൽ പ്രതിഷേധമുയർത്തി പ്രകടനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിട്ട് എന്തായാലും 20കാരി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.